നിർധന കുടുംബത്തിനായി വീടൊരുക്കി നൽകാൻ സൗഹൃദ കൂട്ടായ്മ. മഠത്തിൽക്കാരായ്മ കൊച്ചുതുണ്ടിൽ പരേതനായ അനന്തനാചാര്യയുടെ വിധവ തങ്കമണിക്കും കുടുംബത്തിനുമാണ് കൊച്ചുതുണ്ടിൽ ഭവന നിർമ്മാണ കൂട്ടായ്മ രൂപീകരിച്ച് ഒരുപറ്റം യുവാക്കളുടെ ശ്രമഫലമായി വീട് നിർമ്മിച്ചു നൽകുന്നത്. കൊച്ചുതുണ്ടിൽ ഭവന നിർമ്മാണ കൂട്ടായ്മ എന്ന പേരിൽ രൂപീകരിച്ച സൗഹൃദ കൂട്ടായ്മയാണ് തങ്കമണിക്കും 2 പെൺമക്കൾക്കും വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. വീടിന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ട് ശിലാസ്ഥാപനം നടന്നു. മുനീറുൽ ഇഖ്വാൻ മുസ്ലിം ജമാഅത്തിന്റെ ഇമാം റാഷിദ് റാഷാദി, കൊറ്റം പള്ളി മർത്തോമ ചർച്ച് വികാരി ഫാദർ അജീഷ് എബ്രഹാം, മഠത്തിൽക്കാരായ്മ തെക്കേമഠം അഭിലാഷ് കൃഷ്ണൻ നമ്പൂതിരി, സാമൂഹിക പ്രവർത്തകൻ സലീം അമ്പിത്തറ, ഗ്രാമപഞ്ചായത്ത് അംഗം മാളു സതീഷ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ബാബിസ് വിജയൻ, ഭവന നിർമ്മാണ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അബ്ദുൾ സലാം, അജയൻ പുതുമംഗലത്ത്, അനി ഗോപാൽ, ഷാനവാസ് മൊബൈൽസ്, മുഹമ്മദ് മുഹ്സിൻ, സാജിദ്, ഷാഫി കവറാട്ട്, മറ്റു സഹപ്രവർത്തകർ, പൊതുപ്രവർത്തകർ, മഠത്തിൽക്കാരായ്മ ജമാഅത്തിന്റെ ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. വീട് എന്ന സ്വപ്നം പൂർത്തീകരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും മുന്നിട്ട് നിന്നുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണ ചടങ്ങുകൾ എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം. ഓണത്തിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനം നടന്ന് അതിൻ്റെ അവരെ താമസിപ്പിക്കാനുള്ള ഒരു അവസരം നമ്മുടെ നാട്ടുകാരെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നും ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരെല്ലാം മുന്നോട്ട് നിൽക്കാമെങ്കിൽ നമുക്ക് വാർഡിൽ ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ നടത്താമെന്ന് മാത്രം പറഞ്ഞു. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ഇവിടെ കൂടുവാനിടയായതോർത്ത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ഭവനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന് ഏറ്റവും വലിയ സ്വപ്നമാണ്. ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇവിടെയുള്ളതായ സ്നേഹിതരായ ആളുകൾ, പ്രിയപ്പെട്ടവർ, സാമൂഹിക പ്രവർത്തകരായിട്ടുള്ള സ്നേഹിതർ ഒന്നിച്ചുകൂടി അതിന് സഹായം ചെയ്യുവാനായിട്ട് കൂടി വന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അനന്തൻ്റെ സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കണം. ആ കുടുംബത്തെ സഹായിക്കണം. അതിന് യാതൊരു തർക്കവുമില്ല. അതിനുവേണ്ടി എല്ലാ വിധത്തിലും ഇവിടെ സഹായിക്കുവാൻ വേണ്ടി ഒരുപറ്റം ചെറുപ്പക്കാർ മുൻപന്തിയിൽ, അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ലാതെ തന്നെ രാവും പകരമില്ലാതെ ഇതിൽ കഷ്ടപ്പെടുന്ന അനിയും സലാമും ഷാനവാസും ഒക്കെ എല്ലാ പേരെടുത്തും അജയനും ഒക്കെ എല്ലാവരും നമുക്ക് ഈ ഓണത്തിന് മുമ്പ് ഇത് പൂർത്തീകരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ ഘട്ടത്തിൽ പ്രവാചകൻ്റെ ഒരു വാചകം മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞത് ഇർഹമു മംഫില്ലർലി ഇർഹമുക്കും എന്നാണ്. അതായത് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ്. ആ ഒരു വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ നാടൊന്നടങ്കം ജാതി മത ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഉദ്യമത്തിൽ പങ്കുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് മുമ്പ് വീട് നിർമ്മാണം തീർക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് സംഘാടകർ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.